നമസ്കാരം, ധനേഷാണ്. നമ്മളിന്ന് സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺസാണ്. ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ. എന്നാൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. പുത്തൻ ഫോണിനൊക്കെ നല്ല പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടി ക്യാഷ് ഇല്ലാതെ തൊട്ട് നമ്മൾ സാധാരണക്കാർ ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഷോപ്പുകളായിരിക്കും. ഇവിടെ പോയിട്ട് നമ്മൾ സാധാരണ ഒരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ നോക്കും, സൈഡിൽ എന്തെങ്കിലും ബെൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ എല്ലാം പറ്റിയിട്ടുണ്ടോ നമ്മൾ സ്വിച്ച് നോക്കും. അതല്ലെങ്കിൽ പിന്നെ നോക്കുന്ന ക്യാമറയായിരിക്കും, പിന്നെ കീപാഡായിരിക്കും. ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സാധാരണഗതി ചെക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ മൊബൈൽ ഫോണിനുള്ളിൽ തന്നെ ഒരുപാട് സെൻസേഴ്സുകളുണ്ട്. ഇതൊന്നും ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് അറിയത്തുമില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ഇതൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഏത് മൊബൈൽ ഫോണാണ് നിങ്ങൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ കൂടെ എല്ലാ സെൻസറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി കഴിയും. ഇതിലൂടെ നിങ്ങളുടെ മേടിക്കുന്നെങ്കിൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയും ചെയ്യാം. അതല്ല നിങ്ങൾ പുത്തൻ ഫോൺ മേടിക്കുകയാണെങ്കിൽ ആ ഫോൺ എനിക്ക് നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് വേറൊരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും. കൂടുതൽ പറഞ്ഞ് കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ്റെ പേരാണ് ടെസ്റ്റ് യുവർ മൊബൈൽ ഫോൺ. ഈ ആപ്ലിക്കേഷനിലാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആക്കാൻ പോവുകയാണ്, ഇൻസ്റ്റാൾ ആക്കിയാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ ആണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ചെയ്യാണ്ട് 3.8 റേറ്റിംഗ് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വലിയ റേറ്റിംഗ് ഒന്നുമല്ല, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. സോ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ബാക്കി ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നത്. ആദ്യം തന്നെ CPU ത്രോട്ടിലിംഗ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. താഴെയാണെങ്കിൽ സ്റ്റോറേജ്, റാം, ബാറ്ററി, നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വൈഫൈ എത്ര സ്പീഡിലാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനലൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ജനറേറ്റ് ടെസ്റ്റ് റിപ്പോർട്ട് എന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. തൊട്ട് താഴെയായിട്ട് ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ടൊരു ഓപ്ഷനുണ്ട്, ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീന്, മൾട്ടി ടച്ച്, പോയിൻ്റർ, ടച്ച് സ്ക്രീന്, നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, GPS, ഓഡിയോ, സെൻസർ, ക്യാമറ, അങ്ങനെ ഒട്ടനവധി ഫീച്ചറുണ്ട്. ഞാൻ നിങ്ങളെ 1-2 ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഇപ്പോൾ സെൻസേഴ്സ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്യുക. സ്ക്രീൻ ടച്ച് ചെയ്ത് നമ്മുടെ സ്ക്രീനിലുള്ള കളറുകളെല്ലാം തന്നെ ഇങ്ങനെ ബ്ലിങ്ക് ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഫൈനൽ റിപ്പോർട്ട് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വല്ലതും ഉണ്ടോ, ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സെക്കൻഡ് ഓപ്ഷനാണ് മൾട്ടി ടച്ച് എന്നൊരു ഓപ്ഷൻ. നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കുക. ഫിംഗർ കൊണ്ട് 2 വിരലും 3 വിരലും കൊണ്ടൊക്കെ ടച്ച് നോക്കുക. എല്ലാ ഭാഗത്തും ടച്ച് സെൻസർ വർക്ക് ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പോയിൻ്ററുണ്ട്, നെറ്റ്വർക്കുണ്ട്. നെറ്റ്വർക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ക്ലിയർ ആണ്, എത്ര MBPS നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാമറയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ വർക്കിംഗ് കണ്ടീഷനാണോ, തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ആരോ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓപ്പൺ ആകുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ക്യാമറയൊക്കെ വർക്കിംഗ് കണ്ടീഷനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ഡിവൈസ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു പോപ്പപ്പിന് വരും. ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ എല്ലാം കിട്ടും. ഞാനത് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോവുകയാണ്. ഇനിയും നിങ്ങൾക്കാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ടൂൾസിനകത്താണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡർ ഉണ്ട്, പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും, കോമ്പസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് പ്രൈവസി ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്തെല്ലാം പെർമിഷൻ കൊടുത്തെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. എന്നാലും ചിലപ്പോൾ ചില ഫോണുകളിലൊക്കെ ചില ആപ്ലിക്കേഷനൊക്കെ അണ്ടുമായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയത്തില്ല. ഈ ഒരു ഇതിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്നൊരു കോഡ് ലോഗ് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഈ കോഡ് ലോഗ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അതിനകത്ത് ഞാൻ ഇത്രയും ആപ്ലിക്കേഷൻസിലാണ് എൻ്റെ ഫോണിൽ, വാട്സാപ്പ് ഇല്ലാതെ വേറെ ഒന്നുമില്ല ഈ ഫോണിൽ. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷനിലാണ് ഞാൻ കോൾ ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ കൊടുത്തേക്കുന്നത്. വാട്സാപ്പിലും ടെലഗ്രാമും മീറ്റ് അങ്ങനെയൊക്കെയുള്ള ആണ് ഞാൻ കോൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ക്യാമറയ്ക്ക് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള വീട്ടിലറിയാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈക്രോഫോൺ, ലൊക്കേഷൻ, നിങ്ങൾ കോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി, ഫോൺ കോള്, ഇപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസാണ് ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ കൊടുത്തേക്കുന്നത് ഫോണിനകത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ, നിങ്ങൾ വേണ്ടാത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.
എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ടെക് വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വരെ കാണുമ്പോഴേക്കും ധനേഷ് സൈനിങ് ഔട്ട് ആൻഡ് ബൈ.